അപ്പോൾ ഇന്ന് പത്രവാർത്തകൾ പറഞ്ഞു തരാൻ നമ്മുടെ പ്രിയപ്പെട്ട VS സനോജ് ഉണ്ട്. VS സനോജ്, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. നമുക്ക് ED പേടിക്കാത്ത മമതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. കാരണം മമത വേറെ തരത്തിലാണ് ഈ കാര്യങ്ങളെയൊക്കെ നേരിടുന്നത്. ആ വാർത്തയാണ് ഇന്നത്തെ ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ED വീണ്ടും ഇടിച്ച് മമത എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട്. സംഭവം ഇതാണ്, അതായത് ED റെയ്ഡ് ബംഗാളിൽ കൊൽക്കത്തയിലെ തൃണമൂലിൻ്റെ തെരഞ്ഞെടുപ്പ് ഏജൻസി ആയിട്ടുള്ള ഐപാക്കിൻ്റെ ഓഫീസിൽ നടക്കുന്ന സമയത്ത് അവിടേക്ക് റെയ്ഡിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തുന്നു. അവർ കുറച്ച് പോലീസുമായി എത്തി ആ ഫയലുകളും അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളും, അതായത് മെമ്മറി കാർഡ് അടക്കമുള്ള സാധനങ്ങളുമായിട്ട് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ഇരച്ചെത്തി മമത എന്ന് ആ ബോക്സിൽ അവർ കൊടുത്തിരിക്കുന്നു. ഐപാക്ക് എന്ന് പറയുന്നത് അവർ ഒരു തെരഞ്ഞെടുപ്പ് ഏജൻസി പോലെ ഈ കാര്യങ്ങൾ കൺസൾട്ടേഷനും മറ്റ് ആളുകളുമായിട്ടുള്ള ഈ ബന്ധം ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നേരത്തെ പ്രശാന്ത് കിഷോറിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ട് തൃണമൂലിന് വേണ്ടി അദ്ദേഹം ജോയിൻ ചെയ്ത സമയത്ത് രൂപീകരിച്ചതാണ്. ഏതായാലും അവിടുത്തെ ഓഫീസിലേക്ക് നേരിട്ട് വരുന്നു, പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ എത്തുന്നു, ഫയലുകളായി മടങ്ങുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമായി മാറുന്നു. മമത നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ള ചില പ്രതികരണങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതികരിച്ച ഒരാളും കൂടിയാണ്. കാരണം നേരത്തെ അമിത്ഷായുടെ ഒരു പര്യടനം നടക്കുന്ന സമയത്ത് ബംഗാൾ കൊൽക്കത്ത നഗരത്തിൽ റോഡിൽ വലിയ രീതിയിൽ പ്രൊട്ടസ്റ്റിന് വേണ്ടി നേരിട്ടിറങ്ങിയ ഒരാളാണ് മമതാ ബാനർജി. പണ്ട് CPM ഭരിക്കുന്ന സമയത്ത് അന്ന് CPMൻ്റെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഒരാളുടെ മൃതദേഹവുമായി കൊൽക്കത്ത നഗരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധ റാലി നടത്തിയ മമതയാണ്. ആ മമതയുടെ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാവുന്നതിലെ പ്രധാനപ്പെട്ട സംഭവം തന്നെ അതായിരുന്നു. ഏതായാലും ED വീണ്ടും ഇടിച്ചിട്ട് എന്ന് പറയുന്നു, റെയ്ഡിനിടയിൽ കടന്നു കയറി ഫയലുകളുമായി മടങ്ങി എന്ന് പറയുന്നു. അതൊരു വലിയ വാർത്തയായിട്ട് എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. വളരെ പ്രാധാന്യത്തോടു കൂടെ മലയാളത്തിലെ മിക്ക പത്രങ്ങളും നൽകിയൊരു വാർത്ത എന്ന് പറയാം. ED വാർത്തയിൽ തന്നെ നമുക്ക് നിൽക്കാം. കാരണം ഒന്ന്, ED ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർബന്ധിത വിരമിക്കൽ എന്നൊരു വാർത്ത ഇന്ന് ഒന്നാം പേജിൽ മറ്റ് പത്രങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. എല്ലാ പത്രങ്ങളും, അതായത് മലയാള മനോരമ അടക്കം നൽകിയിരിക്കുന്നു. ആ വാർത്ത ഇന്ന് ചില പത്രങ്ങളുടെ മെയിൻ സ്റ്റോറി കൂടിയാണ്. ഏതായാലും ആ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒപ്പം മാതൃഭൂമി ജോലി തട്ടിപ്പ്, കേരളമടക്കം 6 സംസ്ഥാനങ്ങളിൽ ED റെയ്ഡ് എന്നുള്ള വാർത്ത മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ കാണാം. അത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ പേരിൽ രാജ്യവ്യാപകമായി നടന്ന തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ് നടന്നിരിക്കുന്നു. ഇത് ഒരു ബീഹാറിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ടും കൂടിയാണ്. കാരണം ബീഹാറിലും പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 15 ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നു. അതിനെ തുടർന്നുള്ള ഒരു റെയ്ഡ് എന്നുള്ള രീതിയിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് ഒന്നാം പേജിൽ എല്ലാവരും നൽകിയ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഒപ്പം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി എന്ന് പറയുന്നത് മലയാള മനോരമ ഒന്നാം പേജിലെ മെയിൻ സ്റ്റോറി. അതായത് 54 ദിവസം കള്ളക്കേസിൽ തടവിലാക്കി, 14 ലക്ഷം രൂപ ഇനി സർക്കാർ നൽകണം, പോലീസ് ഭാവിയിൽ ഇങ്ങനെ പെരുമാറാതിരിക്കാനുള്ള വിധിയെന്ന് ഹൈക്കോടതി, തുക സർക്കാർ നൽകണം, ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കും. അതായത് മകളുടെ വിവാഹത്തിന് നാട്ടിലെത്തിയ പ്രവാസിയെ കള്ളക്കേസിൽ കുടുക്കി 54 ദിവസം തടവിലിട്ടതിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ട വാർത്തയാണ്. ആ വാർത്ത വലിയ പ്രാധാന്യത്തിൽ, ഏതായാലും എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. അത് മാധ്യമമടക്കം ഒപ്പം തന്നെ സുപ്രഭാതം, എല്ലാ പത്രങ്ങളും അത് വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് റഷ്യൻ എണ്ണ വാങ്ങിയാൽ തീരുവ 500% എന്നുള്ള ട്രംപിൻ്റെ ഭീഷണിയാണ്. ആ വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ പത്രങ്ങൾ നൽകിയിരിക്കുന്നു. ഒപ്പം നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ രാവിലെ നമ്മളാണ് ചാനലിൽ റിപ്പോർട്ട് ചെയ്തത് ആ വാർത്ത, മാധവ് ഗാഡ്ഗിൽ വിടവാങ്ങിയ വാർത്ത. അതിന്ന് ഒന്നാം പേജിൽ മാതൃഭൂമി വളരെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു മൊത്തത്തിൽ അതൊരു പച്ചപ്പോടുകൂടെ അവർ ആ വാർത്ത നൽകിയിരിക്കുന്നു. കാവലാൾ മടങ്ങി, ഏറ്റെടുക്കാതെ ഭൂമിയെ കീറാം എന്നുള്ള മറ്റൊരു വാർത്ത, പാരിസ്ഥിതികാനുമതിയുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുക്കൽ, അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കൂടെ നൽകിക്കൊണ്ട് മാധവ് ഗാഡ്ഗിലിനെ അനുസ്മരിച്ചിരിക്കുന്നു. ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൂടെയുണ്ട്. ഇത് മലയാള മനോരമ വളരെ രസകരമായ ഒരു ഹെഡിങ് തലക്കെട്ടോടുകൂടെ ഉൾപേജിൽ മാധവ് ഗാഡ്ഗിലിനെ ഓർക്കുന്നു എന്നുള്ളതും കൂടെ പ്രത്യേകിച്ച് എടുത്തു പറയണം. കാരണം സന്തോഷ് ജോൺ തൂവലിൻ്റെ സ്റ്റോറിയാണ്, ഗാഡ് ഹിൽ എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ആ വാർത്തയ്ക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ അർഹിക്കുന്ന രീതിയിലേക്ക് പ്ലേസ് ചെയ്യുന്നതിൽ ഏതായാലും പത്രങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം ഛത്തീസ്ഗഡിൽ ഇന്നലെ ഈ അയിർ ഖനനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയൊരു ദിവസം കൂടെയാണ് എന്നുകൂടെ എടുത്തു പറയേണ്ടതുണ്ട്. ആരവല്ലിയുടെ പ്രശ്നം
പ്രശ്നം നിലനിൽക്കുന്ന സമയം നമുക്ക് അറിയുകയും ചെയ്യാം. ഏതായാലും ഈ വാർത്തകളിൽ നിന്ന് മാറിയാൽ ബാലനിൽ ഭിന്നത എന്ന് മാതൃഭൂമി തലക്കെട്ട് നൽകിക്കൊണ്ട് ഈ AK ബാലൻ്റെ ജമാഅത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട പരാമർശം, ആ വാർത്ത അവർ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ഭാവനാ ലോകത്ത് നിന്നല്ല രാഷ്ട്രീയം പറയേണ്ടതെന്ന് MV ഗോവിന്ദൻ എൻ്റെ മറുപടി. ബാലൻ പറഞ്ഞത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് മുഖ്യമന്ത്രി അതിനെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവന വരുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പക്ഷേ അത് ന്യായീകരിച്ചില്ല. CPMൻ്റെ അഭിപ്രായം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം പറയും എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ആ വാർത്ത എല്ലാ പത്രങ്ങളും വലിയ രീതിയിൽ തന്നെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. കാരണം അത് കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ വാർത്താ പ്രാധാന്യം നൽകിയ അല്ലെങ്കിൽ നേടിയ ഒരു കാര്യമായിരുന്നു എന്ന് നമുക്ക് അറിയാം. ഏതായാലും ദേശാഭിമാനിയിൽ ഇന്ന് ഒന്നാം പേജിൽ ഈ കോൺഗ്രസിൻ്റെ, അതായത് VD സതീശൻ ഈ വയനാട് പുനരധിവാസത്തിൻ്റെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരാമർശം സംബന്ധിച്ച വാർത്ത അവർ നൽകിയിരിക്കുന്നു. 400 വീടിൽ 300 ഞങ്ങളുടേത്, പിരിച്ച ഫണ്ടില്ല, വാഗ്ദാനം ചെയ്ത വീടില്ല, എജ്ജാതി കണക്ക് എന്നാണ് അതിൻ്റെ തലക്കെട്ട്. സതീശൻ്റെ കണക്ക് കേട്ട് അന്തിച്ച് കേരളം എന്നാണ്. അതായത് ഈ ടൗൺഷിപ്പിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കോൺഗ്രസ് രംഗത്ത് വരുന്നു എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് ഈ ടൗൺഷിപ്പിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന സ്ഥലം MLA T സിദ്ദിഖ് പണി തീരാറായ വീടുകൾ സന്ദർശിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സ്വയം പരിഹാസ്യനായി എന്നും ആ വാർത്തയിൽ, ദേശാഭിമാനിയുടെ വാർത്തയിൽ അവർ പറയുന്നു. ഉൾപേജിൽ മറ്റൊരു വാർത്തയുള്ളത് അഖ്ലാഖ് വധവുമായി ബന്ധപ്പെട്ടാണ്. ദേശാഭിമാനിയിൽ കോടതി മാറ്റണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് അഖ്ലാഖിൻ്റെ വധം അറിയാവുന്ന വാർത്തയാണ്. ബീഫിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടതാണ്. എതിർക്കാതെ പ്രോസിക്യൂഷൻ. സർക്കാർ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നുവെന്ന് അഖ്ലാഖിൻ്റെ കുടുംബം. ഭാര്യയുടെയും മകൻ്റെയും മൊഴി രേഖപ്പെടുത്താനായില്ല. ബൃന്ദ കാരാട്ടും കോടതിയിൽ എന്നുള്ളതാണ്. ഇത് വലിയ അനീതി നടന്ന ഒരു കേസാണ്. കാരണം ഇതിലെ പ്രതികളെ ശിക്ഷിച്ചത് മാറ്റണം, അത് റിവോക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ വിചിത്രമായി കോടതിയിൽ പോവുകയും അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഒരു കേസാണ്. മറ്റൊന്ന്, ഇതിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് അവിടുത്തെ ഒരു തെർമൽ പവർ കോർപ്പറേഷനിൽ താൽക്കാലിക ജോലി നൽകിയ വാർത്ത കുറച്ചു കാലം മുമ്പ് പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത് വളരെ ഖേദകരമായൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ വീണ്ടും അവരെ അനുകൂലിക്കുന്ന തരത്തിലേക്ക് ആ വാർത്തകൾ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഒരു പ്രത്യേകത എന്ന് പറയാവുന്നത്. ഇന്ന് ഹിന്ദുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് എന്ന് പറയുന്നത് ഈ വെനസ്വേലയിലെ ഓയിൽ സെയിലുമായിട്ട് വളരെ അവർ US-ൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് സംബന്ധിച്ച് US ഗവൺമെൻറ് അൺവീൽ ചെയ്തു. ഈ പ്ലാൻ ടു കൺട്രോൾ വെനസ്വേലാസ് ഓയിൽ സെയിൽ ഇൻഡെഫിനിറ്റ്ലി എന്നാണ് പറയുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഒരു സ്ഥലത്തേക്ക്, ഒരു രാജ്യത്തേക്ക് കടന്നു കയറുന്നു, ഉടനെ തന്നെ അവിടുത്തെ ഭരണാധികാരിയെ തടവിലാക്കുന്നു, പിന്നെ ബാക്കി കച്ചവടം ഏറ്റെടുക്കുന്നു. ഇതാണ് നടക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് ആ വാർത്തയെ അവർ ഒരു പ്രാധാന്യത്തോടു കൂടെ നൽകിയിരിക്കുന്നു. ചന്ദ്രികയുടെ ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായൊരു വാർത്തയാണ്. അസമിൽ വീണ്ടും ബുൾഡോസർ രാജ്യം എന്നുള്ളതാണ് ചന്ദ്രികയിലെ വാർത്ത. ബംഗാളി മുസ്ലിങ്ങളുടെ 1200 വീടുകൾ ഇടിച്ച് നിരത്തിയെന്ന് ചന്ദ്രികയുടെ ആ വാർത്തയിൽ പറയുന്നു. സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിൽ ദിലീപിനെ വിട്ടയച്ചത് നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ള ഒരു വാർത്ത നൽകിയിരിക്കുന്നു. അത് പ്രോസിക്യൂഷൻ്റെ, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ നിയമോപദേശമാണ്. ഈ വാർത്ത മംഗളം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. വിചാരണ കോടതിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ എന്നുള്ളതാണ് ആ വാർത്ത. അത് അവർ വലിയ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം സിറാജിൽ ബാക്ക് ബെഞ്ചില്ല, സ്കൂൾ സിസ്റ്റം മാറുന്നതിനെക്കുറിച്ചൊരു വാർത്ത സിറാജ് ഇന്ന് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം ആധാർ ചിഹ്നം തൃശ്ശൂർ സ്വദേശി വരച്ച ചിത്രമാണ് എന്നൊരു വാർത്ത ഇന്ന് കൗമുദിയിൽ വന്നിട്ടുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ടതാണ്. ഒപ്പം കടകംപള്ളിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പരിശോധിക്കുന്നു എന്നൊരു വാർത്ത ജന്മഭൂമി, അത് വലിയ പ്രാധാന്യത്തിൽ അവർ നൽകിയിരിക്കുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എപ്പോൾ നടപ്പാക്കിയെന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനുള്ള മറുപടിയായി ദീപിക ഇന്ന് ഒന്നാം പേജിൽ 220 ശുപാർശകൾ നടപ്പാക്കിയെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി. പക്ഷേ ഏതെന്നും എന്തെന്നും ആർക്കറിയാം എന്നുള്ളതാണ് ഇന്ന് ദീപികയുടെ തലക്കെട്ട്. ഒറ്റ വാർത്ത കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഇന്നത്തെ സെഗ്മെൻറ്റ് വൈൻഡപ്പ് ചെയ്യാം. അത് മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ പ്രശ്നം നടക്കുന്നു. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ 12 മഹാരാഷ്ട്ര കോൺഗ്രസിൻ്റെ കോർപ്പറേറ്റേഴ്സ് BJPയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. കാരണം അവർ BJPയുമായി ചേർന്നൊരു നീക്കം നടത്തിയെന്നുള്ളതിനെ സംബന്ധിച്ച് നടപടിയെടുത്തതിന് ശേഷം അവർ കോൺഗ്രസ് നടപടിയെടുത്തു. ഏതായാലും അവർ BJPയിലേക്ക് തന്നെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ പല രീതിയിലാണ് അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇക്വേഷൻ നടക്കുന്നത്. ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. സേതു.